ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. കംപ്ലീറ്റ് ഒന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. അങ്ങനെ ലേറ്റ് ആയിട്ട് അടിച്ചു വരാണ് ലാസ്റ്റ് ഇത് മടക്കിയേക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ അടിച്ചു വരാൻ പോണ കാരണം നമ്മൾ വേഗം മടക്കിച്ച്. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരുമ്പാൻ വേണ്ടി പോകും. സോ കുറച്ച് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് ബാക്കിയുള്ള കല്ലുമ്പോൾ തിരുമ്പും. അങ്ങനെ പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിച്ച് സെറ്റായി. അങ്ങനെ നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്ന് വിഭവസമൃദ്ധമായ ലഞ്ചാണ്. അപ്പോൾ മോരിക്കറി ഉണ്ട്, മീൻ കറി ഉണ്ട്, സാമ്പാറുണ്ട്. പക്ഷെ ഞാൻ മോരിക്കറി സാമ്പാർ മാത്രം എടുത്തിട്ടുള്ളൂ. അങ്ങനെ ഫുഡ് കഴിച്ച് അത് വ്ളോഗ് എടുത്തുകൊണ്ട് ഇരിക്കുമ്പോൾ എടുക്കാൻ നോക്കണം. സോ അതുകൊണ്ടാണ് ഈ എക്സ്പ്രഷൻ വന്നത്. കാരണം കുറേ കാലമായി ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. പിന്നെ ഇക്കാൻ്റെ ഫോണിലായതുകൊണ്ടും ഫോൺ കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കണമല്ലോ. അങ്ങനെ നമ്മൾ വേഗം ഫുഡ് കഴിച്ചു. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമുക്കൊരു വർക്ക് ഉണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യാനുണ്ട്. കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഡ്രസ്സൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇന്നലെ ഞാനത് കൊടുന്നു കേട്ടോ. അങ്ങനെ വർക്കിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വീട്ടിലെത്തിച്ചേരാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ ഞാൻ വന്നിട്ട് നോക്കി. അപ്പോൾ ഇതൊരു എൻഗേജ്മെൻറ്റ് ഹാമ്പറാണ്. ഒരു 3-4 ഐറ്റംസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ല ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പേജ് താഴെ കൊടുക്കും. പിന്നെ നാളെ എന്തെങ്കിലും ലീവ് ഉണ്ടാകാൻ നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ ക്രോമിൻ്റെ സ്റ്റോറി എടുത്തതാണ്. അപ്പം നാളെ ഉണ്ട് SFIയുടെ സ്ട്രൈക്ക്. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ +2 ആയതിനു ശേഷം ഞാൻ ഫുൾ ടൈം വീട്ടിൽ തന്നെയാണ്. പിന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം ഉമ്മ നല്ല ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ബോക്സിൻ്റെ ഭംഗി കണ്ടിട്ട് മേടിച്ചാൽ ഇതിൻ്റെ ഉള്ളിലത്തെ നുറുക്ക് കൊള്ളും. സത്യം പറഞ്ഞാൽ നുറുക്കൊരു മധുരം അങ്ങനെയൊക്കെ വരുമ്പോഴേ രസം ഉണ്ടാവുക. പക്ഷെ ഇതെങ്ങനെ പകുതി വയ്ക്കണം. പിന്നെ ഇന്നേറ്റ് എപ്പോഴും പുറത്ത് പോയ ഉമ്മക്ക് എന്തെങ്കിലും ഒരു ചിലവുണ്ടാവും. അപ്പം അങ്ങനെ മേടിച്ചാണ് ഈ കോഴിയാട് അങ്ങനത്തെ തോന്നുന്നു പറയുക. അങ്ങനെ അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ ട്രൈ ചെയ്തൊക്കെ വേണ്ടി മേടിച്ചോ. അങ്ങനെ ഞാൻ ചായ എടുത്ത് വന്നപ്പോഴത്തേനും മഴയുടെ പാട്ടിന് പോയി. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. പിന്നെ നമുക്കൊരു ചോക്ലേറ്റ് മഗ് കേക്ക് ഉണ്ടാക്കാം. അങ്ങനെ നല്ലൊരു പാട്ടൊക്കെ വെച്ചിട്ട് നല്ല വൈബിൽ നമുക്ക് കുക്ക് ചെയ്യാം. ഈയിടെയായിട്ട് ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ തുടങ്ങിയാണ്. വൈകുന്നേരം എന്തെങ്കിലും കുക്ക് ചെയ്യുക, എന്നിട്ട് എല്ലാവർക്കും കൊടുക്കുക, എന്നിട്ട് എല്ലാവരും ടേസ്റ്റ് ചെയ്യുക, അഭിപ്രായം പറയാം. ഇപ്പോൾ ഇത് ഭയങ്കര രസമാണ്. അങ്ങനെ മഗ് കേക്കിൻ്റെ റെസിപ്പി ആണെങ്കിൽ ഞാൻ താഴെ കൊടുക്കുക. സിമ്പിളാണ്, അത്ര പണിയൊന്നുമില്ല. ഇനി നമുക്ക് കുറച്ചാലും ഞാൻ എന്താ വീഡിയോ ഇടാൻ പറയാം. ഫസ്റ്റ് കാര്യം ഞാൻ പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് മടിയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുക, എന്നിട്ട് അത് എഡിറ്റ് ചെയ്യുക, അതിന് വോയിസ് ഓവർ കൊടുക്കുക. അതെന്നെ നല്ല പാടാണ്. ഏകദേശം ഒരു 5 months ആയിട്ടുണ്ടാവും ഞാൻ ലാസ്റ്റ് ഒരു ഫുൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അത് കഴിഞ്ഞിട്ടും ഞാൻ വീഡിയോ എടുത്തിട്ടാണ്. പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇടാനുള്ള മടി കൊണ്ടാണ് ഞാൻ അത് അങ്ങനെ വെച്ചത്. ലോങ് വീഡിയോ ഇട്ടില്ലെങ്കിലും ഞാൻ ഷോർട്സ് എങ്കിലും ഇട്ടിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഷോർട്സും അങ്ങനെ ഇടലില്ല. പിന്നെ മൊത്തം ഇൻസ്റ്റഗ്രാമിലായിരുന്നു ഫോക്കസ്. സോ ഇപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് യൂട്യൂബിലും കുറച്ച് ഫോക്കസ് ചെയ്തിട്ട് നമുക്കൊരു 1K ഒക്കെ അടിക്കണം. പാട്ട് ലയിച്ചുകൊണ്ടിരിക്കും ഞാൻ പഞ്ചസാര ഇടാൻ വേണ്ടി മറന്ന്. അങ്ങനെ പഞ്ചസാര ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ മിക്സ് ആക്കിയിട്ട് നേരെ സ്റ്റൗ ടോപ്പിൽ വെച്ച് ഓവനിലല്ല, നമ്മൾ ജസ്റ്റ് കുക്ക് ചെയ്യുക. ഒരു 15 minutes ഒക്കെ മതിയാവും. പിന്നെ വെറുതെ ഒരു കാണാൻ മുഞ്ചിന് മേലെ വിപ്പിംഗ് ക്രീമും പിന്നെ ഡേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചാണ് സെറ്റാക്കി. പിന്നെ ഇവളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി ഉണ്ടാക്കി എന്തെങ്കിലും ഉണ്ടാക്കി തായോന്ന് പറഞ്ഞ് നിന്നില്ല. അങ്ങനെ ഓൾക്ക് കൊടുത്തപ്പോൾ ഓൾ ഹാപ്പി. ഞാനൊന്ന് മഗ്ഗിലും പിന്നെ കപ്പ് കേക്കിൻ്റെ ട്രേയിലും ട്രൈ ചെയ്താണ്. പക്ഷെ കപ്പ് കേക്കിൻ്റെ ട്രേ ഉണ്ട് റെഡി ആയില്ല. പിന്നെ ഇത് കാണുമ്പോൾ നമുക്ക് ക്രിഞ്ചായിട്ടൊക്കെ തോന്നും. അത് കുഴപ്പമില്ല. സോ ഗൈസ്, നമുക്ക് പോയി ടേസ്റ്റ് ചെയ്യാം. ഇത്ര നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇത് താഴത്ത് വെച്ച് കാണിച്ചു തരാൻ പറ്റും. പക്ഷേ അതും കൂടി ക്ലോസ് ആയിട്ട് കാണിച്ചു തരാൻ പറ്റില്ല, കാരണം 2 കുടിക്ക് പിടിക്കാൻ വയ്ക്കില്ല. സോ കഴിക്കാം. അങ്ങനെ അതൊക്കെ എല്ലാവരും കഴിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്കുള്ള പരിപാടി കഴുകുക. അതിൻ്റെ പാത്രമൊക്കെ കഴുകിച്ച് അവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ മടയിൽ നിന്ന് വേറെ കേൾക്കും. സോ നമുക്കത് കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ക്ലീൻ ആക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ കഴുകി വെച്ചിട്ട് നമുക്ക് എടുത്ത സാധനങ്ങളൊക്കെ എടുത്തോട്ട് തന്നെ വെക്കാം. പിന്നെ ഇനി നമ്മൾ വ്ളോഗ്സൊക്കെ ഇടാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഫുൾ ലോങ് വീഡിയോ ഒക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. നമുക്കൊരു 1K ഒക്കെ അടിച്ചിട്ട് അടിപൊളിയാക്കണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഇതേ ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.